പോൾ മരിച്ചുപോയി. 37ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നിട്ട്. ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ പോളിന് ജീവിക്കാൻ സമയമില്ലായിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂറോ സർജൻ ആവുക എന്നുള്ള സ്വപ്നത്തിൻ്റെ പുറകിൽ പാഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്യാൻസർ ഡയഗ്നോസിസ് അറിഞ്ഞതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് പോളിന് മനസ്സിലായത് ഇനി തനിക്ക് ഒരിക്കലും ആ ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന്. കാരണം അത് അദ്ദേഹത്തിൻ്റെ കൈകളെ ഒത്തിരി തളർത്തി കളഞ്ഞായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് പോൾ ജീവിതം എന്താണെന്നും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും തിരിച്ചറിഞ്ഞത്. പിന്നീടുള്ള സമയം പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലിയുടെ കൂടെ, ഒപ്പം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത്, അതായത് പുസ്തകം വായനയും എഴുത്തും ഒക്കെ ആയിട്ടാണ് പോളിൻ്റെ ജീവിതം പിന്നീട് ഇങ്ങോട്ട് കഴിച്ചുകൂട്ടിയത്. വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാ. നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കുമായിരിക്കും. നമ്മൾ ഈ കരിയർ കെട്ടിപ്പടുക്കുന്നതിൻ്റെ മുമ്പും, അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യണതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നമ്മളുടെ കൂടെ ഉണ്ടാവണത് നമ്മളുടെ പ്രിയപ്പെട്ടവരും ഫാമിലിയും ഒക്കെ തന്നെയാണെന്ന്. ഞാനും എൻ്റെ ഒരു 10,000-3000 ആളുകളുടെ അവരുടെ അവസാന നിമിഷത്തിൽ അവരുടെ അടുത്ത് സംസാരിക്കാനുണ്ടായ അനുഭവം കൊണ്ട് എന്നെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് പോളിൻ്റെ ഈ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്നുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന